Hello. Welcome to Market Discussion of the Day. Today, February 3rd, 2026, Tuesday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ ഫ്രീ ആയിട്ടുള്ള ഫോറക്സ് ട്രേഡിംഗ് കോഴ്സ് അടുത്ത ആഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ടുള്ള ഫോറക്സ് ട്രേഡിംഗ് കോഴ്സ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. വളരെ ബേസിക് ലെവലൊരു കോഴ്സാണ്, ഒരു അഡ്വാൻസ് ലെവലിലെ കോഴ്സൊന്നും അല്ല നമ്മൾ കൊടുക്കുന്നത്. ഫോറക്സ് ട്രേഡിങ്ങിനെ പറ്റി അല്ലെങ്കിൽ ട്രേഡിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആൾക്കാർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു പ്രീ റെക്കോർഡഡ് സെഷൻ ആയിരിക്കും. സോ അതിനുശേഷം ലൈവായിട്ട് അന്നത്തെ ആ ഒരു സെഷൻ എന്തൊക്കെ ഡൗട്ടുകളാണോ ഉള്ളത് ആ ഒരു ഡൗട്ടെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് പോവുകയും ചെയ്യും. ഓക്കെ, സോ ഇങ്ങനെ 2 ആഴ്ച നീണ്ടു നിൽക്കുന്നൊരു കോഴ്സാണ്. സോ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യണം എന്ന് പറയുന്ന എല്ലാ ആൾക്കാർക്കും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഒറ്റ റിക്വസ്റ്റ് എന്താ വെച്ചാൽ ഈ 7 ദിവസവും നിങ്ങൾക്ക് കയറാൻ പറ്റും എന്നുറപ്പുള്ള ആൾക്കാർ മാത്രം മെസ്സേജ് അയക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. നമ്മൾ ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് വരുമ്പോൾ, സോ ഇന്നലെ നമ്മൾ മാർക്കറ്റ് ഡിസ്കഷൻ്റെ സമയത്ത് ഓൾമോസ്റ്റ് 4600 ഗോൾഡിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു 4700 റേഞ്ചിലൊക്കെ ആയിരുന്നു. സോ ഒറ്റ നമ്മൾ മാർക്കറ്റ് ഡിസ്കഷൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഓൾമോസ്റ്റ് ഒരു $100-200 താഴോട്ട് പോവുകയും 4400 എന്ന് പറയുന്ന പ്രൈസിൽ നിന്നിട്ട് ഓൾമോസ്റ്റ് 4404, ഓക്കെ, ഒരു ക്യാൻഡിൽ പോലും ഒരു ബോഡി പോലും 4500 താഴെയായിട്ട് സ്റ്റാർട്ട് ചെയ്തില്ല അല്ലേ. 4500 മുകളിലായിട്ടാണ് എല്ലാ ക്യാൻഡിൽസ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, സോ അതിനുശേഷം അത് റീട്രേസ് ചെയ്ത് മുകളിലോട്ട് പോയി 4882 എന്ന് പറയുന്ന ഒരു പ്രൈസിൽ ഇപ്പോൾ നിൽക്കുന്നു അല്ലേ. സോ ഭയങ്കരമായ ചാഞ്ചാട്ടം ഗോൾഡിന് ഉണ്ടാവുന്നുണ്ട്. സോ ആ ഒരു റീസൺ കൊണ്ടിട്ടാണ് ഗോൾഡിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളൊരു കാര്യം നമ്മൾ പറയുന്നത് അല്ലേ. സോ പെട്ടെന്ന് ചിലപ്പം എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ നമുക്ക് വലിയ പൈസയൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റിയേക്കാം. പക്ഷേ അതൊന്നും അങ്ങനെ ഈ ഒരു ഇത്രയും വലിയ മാർക്കറ്റ് മൂവ്മെൻറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു റിസ്കി കാര്യം തന്നെയാണ് എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യം. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ ഇന്നത്തെ നമ്മളുടെ ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് നമ്മൾ ബേസിക്കലി പൊളിറ്റിക്കൽ സൈഡിലുള്ള ന്യൂസുകളെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു അല്ലേ. സോ അതിനെക്കുറിച്ചൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാനായിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് എന്താണ് ഗോൾഡ് ഗോൾഡ് റേറ്റ് കുറയാനായിട്ടുള്ള റീസൺ എന്ന് പറയുന്ന കാര്യം നമ്മൾ നേരത്തെ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ ഇന്നലത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ നമ്മൾ കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ഇന്നത്തെ ന്യൂസുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ജോൾഡ് ജോബ് ഓപ്പണിംഗ് എന്ന് പറഞ്ഞിട്ട് രാത്രി 8:30ക്കാണ് ജോൾഡ് ജോബ് ഓപ്പണിങ്ങിൻ്റെ ന്യൂസ് വരുന്നത്. ആ ഒരു സമയത്ത് വളരെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ നാളെ നമ്മൾ ന്യൂസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് വൈകുന്നേരം 6:45 ADP നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ചും ISM സർവീസ് PMIയുടെയും ഈ 2 ന്യൂസുകളാണുള്ളത്. രാത്രി 6:45 8:30. ഓക്കെ, ഈ ആഴ്ചത്തെ താരം നോൺ ഫാം പേറോളാണ്. അത് വെള്ളിയാഴ്ച രാത്രി 7 മണി ഇന്ത്യൻ ടൈമിങ്ങിലാണ് ഈ പറയുന്ന നോൺ ഫാം പേറോൾ വരുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി പോവുക. ഓക്കെ, സോ ആ ഒരു സമയം, അതായത് വെള്ളിയാഴ്ച നമുക്ക് ട്രേഡിങ്ങിനകത്ത് നിന്ന് ഒഴിവാക്കേണ്ട ദിവസമാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ട്രേഡിലോട്ട് പോകാനായിട്ടും എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ അത് മാത്രമല്ല നമ്മളുടെ ഇറാനും US തമ്മിലുള്ള ആ ഒരു പ്രശ്നം അല്ലേ. സോ ഇറാൻ ഈസ് സറൗണ്ടഡ് ബൈ US മിലിറ്ററി അല്ലേ. സോ ആ ഒരു സാഹചര്യത്തിൽ റഷ്യ എടുത്തിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഓക്കെ, സോ എന്താണ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ US ഉക്രൈനും പോലെ US ഉക്രൈനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നോ അതേപോലെ റഷ്യ സപ്പോർട്ട് ചെയ്യുന്നൊരു രാജ്യമാണ് ഇറാൻ എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് റഷ്യയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. ഓക്കെ, സോ അത് മാത്രമല്ല ഇറാൻ മിനിസ്ട്രി ലെവലിൽ ഇൻ്റർവ്യൂ ഫോബ്സ് മാഗസീനിന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ അതെല്ലാം നമുക്ക് ആക്ച്വലി എന്താ പറയുക, ഇതൊരു സാഹചര്യം ഇൻ ദ സെൻസ് എന്താ പറയുക, ഈ ഒരു സെക്കൻഡ് വേൾഡ് വാർ അല്ലെങ്കിൽ തേർഡ് വേൾഡ് വാർ എന്ന് പറയുന്ന കോൺസെപ്റ്റിലോട്ട് പോകാതെ ഇതെല്ലാം എന്താ പറയുക ഒന്ന് ഇതായിട്ട് സമാധാനത്തിൽ പോകാനായിട്ടുള്ള പോസിബിലിറ്റി വളരെയധികം കൂട്ടുന്നു എന്നുള്ളൊരു കാര്യത്തിനകത്ത് ആക്ച്വലി നമുക്ക് നല്ല രീതിയിൽ നമുക്ക് നല്ലൊരു കാര്യം തന്നെയാണ്. അതിൻ്റെ കൂടെ തന്നെ റഷ്യ ഉക്രൈൻ വാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു 4 ലെവൽസ് ഓഫ് മീറ്റിംഗ്സ് നടക്കാനായിട്ടിരിക്കുന്നു. സോ അതിനുശേഷം റഷ്യൻ പ്രസിഡൻറ്റും ഉക്രൈൻ പ്രസിഡൻറ്റും തമ്മിലുള്ളൊരു മീറ്റിങ്ങും നടക്കാനായിട്ടിരിക്കുന്നു. സോ ഇതിനകത്തൊക്കെ ഒരു ചെറിയ സൂചനയാണ് നമ്മളുടെ വാറുകൾ
ചേക്കാം എന്നുള്ള ഒരു കാര്യത്തിനെ പറ്റിയുള്ളൊരു സൂചന മാത്രമാണ്. ഓക്കെ, സോ അതേപോലെ US ഇന്ത്യയിൽ പ്രഖ്യാപിച്ച 50% താരിഫ് എന്നുള്ളത് ഇളവ് വരുത്തി 18% താരിഫ് ആക്കുന്നു എന്നുള്ള വാർത്തയും വളരെ നല്ല ഒരു വാർത്തയാണ്. ഇന്ത്യൻ ഷെയർ മാർക്കറ്റിലൊക്കെ നല്ലൊരു കാര്യമാണ് അതിനെക്കുറിച്ചുള്ള ആ ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ. സോ ബേസിക്കലി അതിൻ്റെ റീസണായിട്ട് US പ്രസിഡന്റ് പറഞ്ഞത് റഷ്യയിൽ നിന്ന് നമ്മൾ ഓയിൽ മേടിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കൊണ്ടിട്ടാണ്. ബേസിക്കലി അങ്ങനെ ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ മേടിക്കാതൊന്നും ഇരുന്നിട്ടില്ല. സോ ബേസിക്കലി പുള്ളിക്കാരന് ഒരു റീസൺ വേണമല്ലോ ഈ പറയുന്ന താരിഫ് കുറയ്ക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് പുള്ളി പറയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇത് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കി പോവുക. ഓക്കെ, സോ ബേസിക്കലി ഇതിനകത്ത് നിന്നൊക്കെ എനിക്കറിയില്ല ഇത് കറക്റ്റായിട്ടുള്ള ഇങ്ങനത്തുള്ള ഇഷ്യൂസ് ഉണ്ടാക്കി ഗോൾഡിൻ്റെ പ്രൈസ് കൂട്ടി, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസുകളൊക്കെ കൂട്ടി ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സ് പുള്ളി പറയുന്നതിനനുസരിച്ച് ഇതിൻ്റെ എല്ലാം റേറ്റുകൾ മാറും എന്ന് പുള്ളിക്കാരന് തന്നെ അറിഞ്ഞ് പുള്ളിയുടെ ചുറ്റുപാടും നിൽക്കുന്ന പല ആൾക്കാരും എന്താ പറയുക പൈസ ഉണ്ടാക്കുകയാണോ എന്നുള്ളതിനകത്ത് വരെ എനിക്ക് ഡൗട്ടുണ്ട്. കാരണം എന്താ പറയുക, നമ്മൾ അങ്ങനെ ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ച് പോകാം അല്ലേ. സോ പുള്ളിക്കാരനൊരു പ്രസ്താവന ഇറക്കുന്നു, അതിന് മുന്നേ ആയിട്ട് പുള്ളിക്കാരൻ പറയുന്നു, പുള്ളിക്കാരൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്ത് പറയുന്നു ഇത് വാങ്ങ് അത് വാങ്ങ് എന്ന് പറഞ്ഞ് പുള്ളി തന്നെ കോടീശ്വരനാവാം. നമുക്കറിയാം പുള്ളിക്കാരൻ്റെ മകൻ എത്രയോ മില്യൺസ് ഓഫ് US $ൻ്റെ ബിറ്റ്കോയിൻ പുള്ളിയുടെ കയ്യിലുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമുക്കറിയാം അല്ലേ. സോ ഇതൊക്കെ നമ്മളെ പൊട്ടന്മാരാക്കി ഇവർ കാശുണ്ടാക്കുകയാണോ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. സോ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു കാര്യം പുള്ളിക്കാരൻ ചെയ്യുന്നത് പുള്ളി തന്നെ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളൊരു കാര്യമൊന്നും നമുക്കറിയില്ല എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ ബേസിക്കലി ചിലപ്പോൾ അങ്ങനെ ആവാം. അതുകൊണ്ടിട്ട് തന്നെ ആ ഒരു കെണിയിൽ പോയി ചാടാതിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, നമ്മൾ ഫണ്ടമെൻ്റൽ സൈഡിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു പോയി. നമുക്ക് ടെക്നിക്കൽ സൈഡിലോട്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാം. ടെക്നിക്കൽ സൈഡിൽ നിന്ന് ബേസിക്കലി USD JPY നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓൾമോസ്റ്റ് February 10th വരെ അവിടെ ഹൈ റിസ്ക് ഡേയ്സ് ആണ്. കാരണം അവിടുത്തെ പാർലമെൻറ്റ് കഴിഞ്ഞ ആഴ്ച 2 ആഴ്ചയ്ക്ക് മുന്നേ പിരിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. സോ റീ എലക്ഷൻ നടക്കാൻ പോകുന്ന ഒരു കൺട്രിയാണ് എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു എന്താ പറയുക അൺസർട്ടനിറ്റിയുടെ മെയിനായിട്ടുള്ള റീസൺ. സോ 155.416 നിൽക്കുന്നു. നമ്മൾ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു 154 എന്ന് പറയുന്ന റേഞ്ചിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളൊരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ സെയിം തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. 154 റേഞ്ചിലോട്ട് വന്ന് കിട്ടിയാൽ നമുക്ക് അവിടുന്ന് USD JPY ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളടുത്ത് പറഞ്ഞു തരാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ 154 ഇന്നലെ വന്നിട്ടില്ല കേട്ടോ. 154 വന്ന് കിട്ടിക്കഴിഞ്ഞാൽ 153.40 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, ബട്ട് there is a risk because the government has collapsed and പാർലമെൻ്റ് ഇല്ല. അപ്പോൾ അതിൻ്റെ റീ എലക്ഷൻ നടക്കാനായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ February 10 വരെ അവിടെ USD JPYയിൽ ട്രേഡ് ചെയ്യുന്നത് റിസ്കി സംഭവമുണ്ട്. പക്ഷേ നമുക്ക് ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ലാത്ത കാര്യം കൂടെയാണ് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ നേരെ നമ്മൾ യൂറോയിലോട്ട് വരാം. യൂറോ 1.1800 ഇന്നലെയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1.1800 അവിടുന്ന് വീണ് കിട്ടിക്കഴിഞ്ഞാൽ ബൈ ചെയ്യാം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1.1800 അവിടെ ബൈ ചെയ്യുന്ന ആൾക്കാർ 1.1740 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടില്ല. ഓക്കെ, സോ 1.1800 അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ അത്യാവശ്യം ചെറിയൊരു ഇതിനകത്ത് പ്രോഫിറ്റായിട്ട് നിൽക്കുന്നു. സോ ആ ഒരു പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് 1:1.5 റേഷ്യോയിൽ എടുത്തു പോവുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ 1.1800 തന്നെയാണ് അവിടുത്തെ ബൈ എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, സോ 1.1816 നിൽക്കുന്നു. 1.1800 നിന്ന് നിങ്ങൾക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. മുകളിൽ കിട്ടിയാൽ 1.200 അവിടുന്ന് നമുക്ക് സെല്ല് ചെയ്തുകൊണ്ടും യൂറോ USD ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ നേരെ നമ്മൾ GBP USDയിലോട്ട് വരുമ്പം GBP നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ബൈ എൻട്രി എന്ന് പറയുന്നത് ആക്ച്വലി ഇന്നലത്തെ എൻട്രി നമ്മൾ 1.36
1.3620 വരെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മാർക്കറ്റ്. ഓക്കെ, സോ മാർക്കറ്റ് ഒരു വരച്ച വരയിൽ വന്ന് നിൽക്കും എന്നൊന്നും പ്രതീക്ഷിക്കരുത്. അവിടുന്ന് ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ആ ഒരു പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സോ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതിനകത്ത് നമുക്ക് യൂറോയ്ക്കകത്തും ഒരു എൻട്രി കിട്ടിയിട്ടുണ്ട്, അതേപോലെ GBPക്കകത്തും നമുക്കൊരു എൻട്രി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ആ ഒരു എൻട്രി എടുത്ത് മുന്നോട്ട് പോയി അത് എന്താ പറയുക, അത് നമുക്ക് അത് എൻകാഷ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളതും. ഓക്കെ, സോ GBPയിൽ നമുക്കൊരു ലോങ്ങർ ടേം എൻട്രി എന്ന് പറയുന്നത് 1.3300 1.3200 കിട്ടുമ്പോഴാണ്. സോ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് നമ്മളുടെ GBPയിൽ പറയാനായിട്ടുള്ള കാര്യങ്ങൾ. സോ ബേസിക്കലി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എനിക്ക് പറയാനായിട്ടുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ പല ആൾക്കാരും എന്താ പറയുക, നമുക്കൊരു ലോങ്ങർ ടേമിലോട്ടുള്ള എൻട്രിയെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു അല്ലേ. സോ GBP USD നമ്മൾ കഴിഞ്ഞ ഒരു വർഷം മുന്നേ ഓൾമോസ്റ്റ് നമ്മൾ മാർക്കറ്റ് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സമയത്ത് 1.2200 വെച്ച് ബൾക്കായിട്ട് വാങ്ങി ഹോൾഡ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, റീസെൻ്റായിട്ട് ഒന്നര മാസം മുന്നേ നവംബറിൽ നമ്മൾ 1.300 എത്തിയപ്പോൾ അവിടെ നിന്ന് ഞാൻ വാങ്ങാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനത്തുള്ള എൻട്രീസ് നമുക്ക് കിട്ടും. ഓക്കെ, സോ അതേപോലെ ഇനി ഉള്ളൊരു പോസിബിലിറ്റി USD JPY 162 നിന്ന് എത്തിക്കഴിഞ്ഞാൽ 162 ക്രോസ് ചെയ്തില്ല എങ്കിൽ നമുക്ക് അവിടുന്ന് സെല്ല് ചെയ്തുകൊണ്ട് നമുക്ക് 142 വരെയുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് എടുത്തു പോകാം. ഓക്കെ, അതേപോലെ GBP USD 1.3300 വീണ് കിട്ടിയാൽ അവിടുന്ന് നമുക്കൊരു ലോങ്ങർ ടേമിലോട്ടുള്ള ബൈ എൻട്രി എടുത്ത് പോകാം. ഓക്കെ, സോ അങ്ങനെ ലോങ്ങർ ടേമിലോട്ടുള്ള എൻട്രി അല്ലെങ്കിൽ യൂറോ USD ഓക്കെ 1.3300 1.1500 അവിടുന്ന് നമുക്കൊരു ലോങ്ങർ ടേമിലോട്ടുള്ള ഒരു ബൈ എൻട്രി എടുത്ത് പോകാം. സോ ഈ ഒരു ലോങ്ങർ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 2 to 3 months നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് നമുക്ക് പോസിബിലിറ്റി ഉണ്ട് എങ്കിൽ നമുക്ക് എല്ലാത്തിനകത്തുനിന്നും മിനിമം ഒരു 500 പിപ്സിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് എടുത്ത് മാറാം. ഓക്കെ, അതായത് ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ഒരാൾക്ക് $5000 പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ അക്കൗണ്ട് വലുതാക്കണം അല്ലേ. സോ അക്കൗണ്ട് വലുതാക്കാനായിട്ടുള്ളൊരു കാര്യത്തിനെക്കുറിച്ച് അല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കർ സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞ ബ്രോക്കർ കൊടുക്കുന്ന ബോണസ് പ്രോഗ്രാമിനെ കുറിച്ചാണ്. ഓക്കെ, സോ ആദ്യത്തെ $1000 ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് അതിൻ്റെ 50% ബോണസും ഓക്കെ, ബാക്കി എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20% ബോണസുമാണ് കമ്പനി ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ബോണസ് എത്ര കാലം ഉണ്ടാകും എന്നെനിക്കറിയില്ല. അതുകൊണ്ടിട്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ റിയൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് അത്രയും നല്ല രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്ത് പോകാം. ഓക്കെ, ഇത് നമുക്ക് വളരെ, അതായത് നമ്മൾ ഡെയിലി ട്രേഡ് ചെയ്യുമ്പോഴാണല്ലോ ലോസുകൾ ഉണ്ടാകുന്നത്. ഇത് നമുക്ക് വളരെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കിക്കാണുകയും നമുക്കൊരു ലോങ്ങർ ടേമിലോട്ട് ട്രേഡ് ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് നല്ലൊരു ഇൻകം, ഒരു പാസീവ് ഇൻകം എന്നുള്ള നിലയിൽ നമുക്കിതിനെ കണ്ട് നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് എടുത്ത് പോവുകയും ചെയ്യാം. യൂറോപ്യൻ ക്ലയൻസ് ആണ് എങ്കിൽ ആദ്യത്തെ $1000 100% ബോണസാണ് കമ്പനി കൊടുക്കുന്നത്. ബാക്കി എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20% എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നോ അപ്പോഴൊക്കെ 20% ബോണസ് കമ്പനി കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ എല്ലാ റെഗുലേഷൻസും ഉള്ള ഒരു ബ്രോക്കർ ആയതുകൊണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് ഡെപ്പോസിറ്റും വിഡ്രോവലും ഒക്കെ വളരെ സ്മൂത്തായിട്ട് നടക്കും. അന്നത്തെ ദിവസം തന്നെ നമുക്ക് വിഡ്രോവൽ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, സോ ഈവൻ USDT ത്രൂ ഉള്ള വിഡ്രോവൽസ് വരെ ഇവിടെ നടക്കുന്നുണ്ട്. സോ സ്റ്റാർ ട്രേഡർ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ത്രൂ നിങ്ങൾക്ക് കയറി രജിസ്റ്റർ ചെയ്യാവുന്നതുമാണ്. ഓക്കെ, ചെയ്തതിന് ശേഷം എന്നെ ഡയറക്റ്റ്ലി വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ അഗെയിൻ, നമ്മൾ നേരെ ഗോൾഡിലോട്ട് വരാം. ഗോൾഡ് 4880 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് ലെവലിലാണ്, റെസിസ്റ്റൻസ് ലെവലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. സോ ഇനി എങ്ങോട്ട് എന്നുള്ളൊരു കാര്യത്തിനെക്കുറിച്ച് എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ല. എനിക്ക് ഗോൾഡിനെ പറ്റി പറയാൻ ഞാൻ ആയിട്ടില്ല. ഓക്കെ, എനിക്ക് ഇപ്പോഴും കൺഫ്യൂഷന് തന്നെയാണ്, ഞാൻ കൺഫ്യൂസ്ഡ് സ്റ്റേജിൽ തന്നെയാണ്. എനിക്ക് അറിയാമെങ്കിൽ മാത്രമല്ല നമുക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. എനിക്ക് ഇതേവരെ അതിൻ്റെ ലെവൽസ് ഒന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഓക്കെ, എനിക്കറിയാവുന്നൊരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഇട്ട് മാത്രം ട്രേഡ് ചെയ്യുക. ഓക്കെ, ഗോൾഡിൻ്റെ ട്രെൻഡ് മാറിയിട്ടില്ല. ഗോൾഡിൻ്റെ ട്രെൻഡ് ഇപ്പോഴും അപ്പ് ട്രെൻഡ് തന്നെയാണ്, ഇതുവരെ ഡൗൺ ട്രെൻഡ് ആയിട്ടില്ല. ഇതെനിക്കറിയാവുന്ന കാര്യമാണ് കേട്ടോ. ഒരിക്കലും ഇത് ഡൗൺ ട്രെൻഡ് ആയിട്ടില്ല, അപ്പ് ട്രെൻഡ് തന്നെയാണ്. ഓക്കെ, സോ ഈ അപ്പ് ട്രെൻഡിൽ നമ്മൾ ബൈ എൻട്രി മാത്രം എടുത്ത് മുന്നോട്ട് പോവുക. ഓക്കെ,
നിങ്ങളുടെ ലെവൽസിലോട്ട് മാർക്കറ്റ് വീണ് കിട്ടിയാൽ അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവുക. നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു റെസിസ്റ്റൻസിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ എല്ലാ ദിവസവും എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് നിങ്ങൾ എല്ലാ ദിവസവും ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയ ലെവൽസ് കണ്ട് മനസ്സിലാക്കുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ ബേസിക്കലി നമ്മളുടെ അടുത്ത ഒരു സപ്പോർട്ട് ലെവൽ, പ്രോപ്പറായിട്ടുള്ളൊരു സപ്പോർട്ട് ലെവൽ 4760 ലെവലിൽ, 4760 നമുക്ക് നല്ലൊരു സപ്പോർട്ടുള്ളത്. ഓക്കെ, സോ 4760 4780 ലെവലിലാണ് നമുക്ക് നല്ലൊരു സപ്പോർട്ട് ഉള്ളത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതിനുശേഷമുള്ള സപ്പോർട്ട് 4700 അടുത്ത സപ്പോർട്ട് വരുന്നത്. ഓക്കെ, അതിനുശേഷം 4500 ലെവലിലാണ് അടുത്ത ഒരു സപ്പോർട്ട്, ലോങ്ങർ ടേമിലുള്ളൊരു സപ്പോർട്ട് വരുന്നത്. സോ ഈ ഒരു സപ്പോർട്ട് ലെവൽസിൽ നിന്നൊക്കെ നമുക്ക് ബൈ എൻട്രി എടുക്കാം. എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങൾ ഒരു ലോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് എങ്കിൽ നിങ്ങൾ ഒരു 0.2 ലോട്ട് എടുക്കുക. ഓക്കെ, എന്നിട്ട് സ്റ്റോപ്പ് ലോസ് കുറച്ച് വൈഡൻ ചെയ്യുക. ഒരു $50 സ്റ്റോപ്പ് ലോസ് വെക്കുക. ഓക്കെ, ഒരു $50 അല്ലെങ്കിൽ $75 ടേക്ക് പ്രോഫിറ്റും വെച്ച് മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു മാർക്കറ്റിൽ നമുക്ക് ചെയ്യാനായിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ഓക്കെ, ഈ ലെവൽസിലൊക്കെ നമുക്ക് ബൈ ചെയ്യാം. ഓക്കെ, സെല്ലില്ല ഗോൾഡിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.